Hi all, welcome to Steadicom MLT Academy. കേരള PSC ലാബ് ടെക്നീഷ്യൻ എക്സാമിൻ്റെ 75 ഡേയ്സ് ചലഞ്ചിലെ ഡേ 24 വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ക്ലിനിക്കൽ പെത്തോളജിയിലെ സ്പ്യൂട്ടം അനാലിസിസ് ആണ്. നമുക്കറിയാം ക്ലിനിക്കൽ പെത്തോളജിയിൽ ഇപ്പം സ്പ്യൂട്ടം ആയാലും സെമൻ ആയാലും യൂറിൻ ആയാലും എല്ലാ ഏരിയയിൽ നിന്നും കേരള PSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ ആ ഒരു ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ സ്പ്യൂട്ടം അനാലിസിസ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് സ്പ്യൂട്ടം സ്മിയർ റിപ്പോർട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഓപ്ഷൻ എ adequacy of sample produced by patient, ഓപ്ഷൻ ബി ഏരിയ ഐഡന്റിഫൈഡ് ഫോർ പിക്ക് ആൻഡ് സ്മിയർ, ഓപ്ഷൻ സി സ്മിയറിംഗ് യൂണിഫോമിറ്റി, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. അതായത് നമ്മൾ CP സ്പ്യൂട്ടം എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്പ്യൂട്ടം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്പ്യൂട്ടം സ്മിയറിന്റെ ക്വാളിറ്റി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓൾ ഓഫ് ദി അബവ്. അതായത് നമ്മൾ പേഷ്യന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാമ്പിളിന്റെ അഡിക്വസിയും അതുപോലെ നമ്മൾ ആ സ്പ്യൂട്ടം സ്മിയറിൽ ഏത് ഏരിയ ആണ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്നും ഇപ്പൊ സാമ്പിളിന് ഏത് ഏരിയയിൽ നിന്നാണ് നമ്മൾ സാമ്പിൾ പിക്ക് ചെയ്യുന്നതുള്ളതും അതുപോലെ ആ സ്മിയറിങ്ങിന്റെ യൂണിഫോമിറ്റി ഒക്കെ ആ ഒരു സ്പ്യൂട്ടം സ്മിയറിന്റെ ക്വാളിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ്. എന്താണ് ഈ സ്പ്യൂട്ടം, എങ്ങനെയാണ് ഇത് കളക്ട് ചെയ്യുന്നതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് നോക്കാം. എന്താണ് ഈ സ്പ്യൂട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന്, അതായത് നമുക്ക് റെസ്പിറേറ്ററി ട്രാക്ടിനെ നമ്മൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഏകദേശം നമ്മൾ ഇപ്പോൾ മൗത്ത് നോസ് ഒക്കെ വരുന്നത് നമ്മൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്നാണ് അല്ലേ. സോ ഇവിടെ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് നിന്ന് നമ്മൾ കഫ് ചെയ്തെടുക്കുന്ന ഒരു സെക്രീഷനെയാണ് നമ്മൾ സ്പ്യൂട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് നിന്ന് നമ്മൾ കഫ് ചെയ്തെടുക്കുന്ന സെക്രീഷൻ കളക്ട് ചെയ്യാണ് നമ്മൾ സ്പ്യൂട്ടം എന്ന് പറഞ്ഞ് കളക്ട് ചെയ്ത്. സോ ഇതാണ് സ്പ്യൂട്ടം എന്ന് പറഞ്ഞാൽ. സോ ആ ഒരു സ്പ്യൂട്ടത്തിൽ നമുക്ക് പസൽസ് ഉണ്ടാവാം, അതുപോലെ തന്നെ സെല്ലുലാർ ഡെബ്രിസസും മ്യൂക്കസും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എപ്പോഴും അപ്പർ റെസ്പിറേറ്ററി ട്രാക്ടിലെ സെക്രീഷൻസ്, അതായത് സലൈവൽ കണ്ടാമിനേഷൻ മാക്സിമം ഒഴിവാക്കണം എന്നുള്ളതാണ്. നമ്മൾ സ്പ്യൂട്ടം എന്ന് പറഞ്ഞാൽ സലൈവ അല്ലല്ലോ, നമ്മൾ തുപ്പലല്ല. സ്പ്യൂട്ടം എന്ന് പറയുന്നത് നമ്മൾ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് നിന്ന് കഫ് ചെയ്തെടുക്കുന്ന ആ ഒരു സെക്രീഷനെയാണ് സ്പ്യൂട്ടം എന്ന് പറയുന്നത്. അപ്പം മാക്സിമം നമ്മൾ സലൈവറി കണ്ടാമിനേഷൻസ് ഒക്കെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മളെ ഏറ്റവും ബെസ്റ്റ് സാമ്പിൾ ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ ഏർലി മോർണിംഗ് സ്പ്യൂട്ടം സാമ്പിൾ ഇല്ലേ, അതാണ് ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള സ്പ്യൂട്ടം സാമ്പിൾ എന്ന് പറയുന്നത്. അതും ഡീപ്പ് കഫ് ചെയ്തെടുക്കുന്ന ഏർലി മോർണിംഗ് സാമ്പിൾസ് ആണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാമ്പിൾ എന്ന് പറയും. അതുപോലെ നമ്മളിത് കളക്ട് ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾ ഒരു 25 ml ഉള്ള ബോട്ടിൽസ്, വൈഡ് മൗത്ത് ഉള്ള ബോട്ടിൽസിലാണ് നമ്മൾ ഈ സ്പ്യൂട്ടം സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ TBന്റെ ഡയഗ്നോസിസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഈ TBന്റെ ഡയഗ്നോസിസിനൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ 3 കോൺസിക്യൂട്ടീവ് ഏർലി മോർണിംഗ് സാമ്പിൾസ് കളക്ട് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ഇപ്പൊ TBന്റെ കേസിൽ ആ ഒരു ബാസിലെ മിസ് ആവാൻ പാടില്ല. അതുകൊണ്ട് 3 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള, അതായത് അടുത്തടുത്ത 3 ദിവസത്തെ സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. TBന്റെ കേസിൽ 3 കോൺസിക്യൂട്ടീവ് ഏർലി മോർണിംഗ് സാമ്പിൾസ് ആണ് കളക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോ ഇൻഡക്ഷൻ മെത്തേഡ്, അപ്പൊ നമ്മൾ സാധാരണ ഒരാളോട് സ്പ്യൂട്ട് എടുക്കാൻ നമ്മൾ കഫ് ചെയ്ത് എടുക്കുകയാണ് അല്ലെ, അപ്പൊ നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല. നമ്മൾ കഫിനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കണം, സ്പ്യൂട്ടത്തിനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്ന മെത്തേഡാണ് ഈ എയറോസോൾ മെത്തേഡ് എന്ന് പറയാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുള്ളത് 50% NaCl അല്ലെങ്കിൽ 20% പ്രൊപ്പൈലിൻ ഗ്ലൈക്കോളിന്റെ മിക്സ്ചർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നെബുലൈസ്ഡ് ഹൈപ്പർടോണിക് സലൈൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്ത് നമുക്ക് എയറോസോൾ മെത്തേഡ്, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഇൻഡക്ഷൻ മെത്തേഡ്സ് ആയിട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, അതായത് നമുക്ക് സ്പ്യൂട്ടം കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ സ്പ്യൂട്ടത്തിനെ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എയറോസോൾ മെത്തേഡ് ചെയ്യാറുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ നമ്മൾ എപ്പോഴും സ്പ്യൂട്ടം സാമ്പിൾ നമ്മളെ കയ്യിൽ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ വേറെ കണ്ടാമിനേഷൻസ് വരാം, ഓൾറെഡി ഇല്ല പാത്തോജൻസ് നഷ്ടപ്പെടാം അല്ലെങ്കിൽ ഡെഡ് ആയി പോകും. അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യണം. ഇനി അതല്ല, ഇനി എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ട്രാൻസ്പോർട്ട് മീഡിയം യൂസ് ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ NaCl പൈറിഡിയം ക്ലോറൈഡിന്റെയും പ്ലസ് NaClന്റെയും ഡിസ്റ്റിൽഡ് വാട്ടറിന്റെയും മിക്സ്ചർ ആണ് നമ്മൾ ഈ ട്രാൻസ്പോർട്ട് മീഡിയത്തിൽ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് വേണമെങ്കിൽ ആ ട്രാൻസ്പോർട്ട് മീഡിയത്തിന്റെ കണ്ടന്റ് ഒന്ന് നോക്കി വെച്ചോളൂ. ഇനി
നമ്മൾ ഇപ്പോൾ നമ്മൾ ലാബിലേക്ക് സാമ്പിൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സാമ്പിൾ ആക്സെപ്റ്റ് ചെയ്യാൻ പാടുണ്ടോ, എങ്ങനെയാണ് സാമ്പിൾ ആക്സെപ്റ്റ് ചെയ്യാണോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യാണോ എന്തിന്റെ ബേസിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേസസ് ആണ് മോർ ദാൻ 25% ലൂക്കോസൈറ്റും പ്ലസ് അതുപോലെ തന്നെ 5 to 6 എപ്പിത്തീലിയൽ സെൽസും ആണ്. അപ്പോൾ ആ ഒരു സാമ്പിൾസിൽ നമ്മൾ 25-ൽ കൂടുതൽ ലൂക്കോസൈറ്റ്സും അതുപോലെ തന്നെ ഒരു 5 to 6 എപ്പിത്തീലിയൽ സെൽസും ആണെങ്കിൽ നമുക്ക് ആക്സെപ്റ്റബിൾ സാമ്പിൾ ആണ്. എന്നാൽ കൂടുതൽ സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് കാണുകയാണെങ്കിൽ, ഇങ്ങനെ ഓർത്താൽ മതി, സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് 10-ൽ കൂടുതൽ കാണുകയാണെങ്കിൽ നമ്മളത് റിജക്ട് ചെയ്യണം. കാരണം അവിടെ കൂടുതൽ സലൈവറി കണ്ടാമിനേഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആ സാമ്പിൾ എന്ത് ചെയ്യണം, റിജക്ട് ചെയ്യണം എന്നുള്ളത് ഓർത്ത് വെക്കാം. ഓക്കെ, സോ അതാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൗൾ സ്മെല്ലിംഗ് സ്പ്യൂട്ടം ഈസ് ഒബ്സർവ്ഡ് ഇൻ ഓപ്ഷൻ എ ബ്രോങ്കിയക്ടാക്സിസ്, ഓപ്ഷൻ ബി പൾമനറി എഡിമ, ഓപ്ഷൻ സി ആസ്മ, ഓപ്ഷൻ ഡി ന്യൂമോണിയ. അതായത് ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള സ്പ്യൂട്ടം കാണുന്നത് നമ്മൾ ബ്രോങ്കിയക്ടാക്സിസിലാണ്. കാരണം നമ്മൾ സാധാരണ നോർമൽ സ്പ്യൂട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന്റെ സ്പ്യൂട്ടം അല്ലെങ്കിൽ നോൺ ഇൻഫെക്ഷസ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ സ്പ്യൂട്ടം സാമ്പിൾ പ്രത്യേകിച്ച് ഓർഡർ ഒന്നും ഇല്ല, അതായത് പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. എന്നാൽ ഇപ്പൊ പറഞ്ഞ ഈ ബ്രോങ്കിയക്ടാസിസിലും അതുപോലെ ലങ് ആപ്സിസിന്റെ കേസിൽ അനേറോബിക് ആയിട്ടുള്ള എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്ന കേസിലൊക്കെ നമ്മൾ ഈ സ്പ്യൂട്ടം സാമ്പിൾ എന്താവും, ഫൗൾ സ്മെല്ലിംഗ് ആവും. അപ്പോൾ ഓർത്ത് വെക്കുക, ബ്രോങ്കിയക്ടാസിസ്, ലങ് ആപ്സിസ്, അനേറോബിക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇത് ഫൗൾ സ്മെല്ലിംഗ് ആവും. നോർമലി എന്താണ് സ്പ്യൂട്ടം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഓർഡർ ഇല്ലാത്തതാണ് എന്നുള്ളത്. സോ ഇവിടെ നമുക്ക് പറയാനുള്ള കാര്യം, നമ്മൾ സ്പ്യൂട്ടം സാമ്പിൾ ലാബിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഫിസിക്കൽ എക്സാമിനേഷനും മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനും ഒക്കെ ചെയ്യും. അതിൽ ഫിസിക്കൽ എക്സാമിനേഷനിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന കാര്യമാണ് അതിന്റെ വോളിയം, അതുപോലെ ഓർഡർ, കളർ ഓർ അപ്പിയറൻസ് ഒക്കെ. വോളിയം എന്ന് പറയുന്നത് വോളിയം നോർമലിനേക്കാളും കൂടുതലായിട്ട് വോളിയം വരുന്ന കേസസ് ആണ് ഈ ബ്രോങ്കിയക്ടാസിസും പൾമനറി എഡിമന്റെ കേസിലൊക്കെ സ്പ്യൂട്ടം സാമ്പിളിന്റെ വോളിയം ഭയങ്കര കൂടുതലായിരിക്കും എന്നുള്ളത്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ കേസാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫൗൾ സ്മെല്ലിംഗ്. ഇപ്പൊ അനേറോബിക് ഇൻഫെക്ഷന്റെ കേസില് അല്ലെങ്കിൽ ആപ്സിസ് ഉണ്ടാവുന്ന കേസില് ബ്രോങ്കിയക്ടാസിസിന്റെ കേസിലൊക്കെ ഈ ഒരു നമ്മളെ സ്പ്യൂട്ടം എന്ന് പറയുന്നത് ഫൗൾ സ്മെല്ലിംഗ് ആയിട്ട് വരാറുണ്ട്. പിന്നെ അപ്പിയറൻസ് ഓർ കളർ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. നോർമലി സ്പ്യൂട്ടത്തിന്റെ കളറും അതുപോലെ ഡിഫറെന്റ് കണ്ടീഷൻസിൽ ഓരോ ഡിഫറെന്റ് കണ്ടീഷൻസിലും സ്പ്യൂട്ടം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആസ്മന്റെ ഒക്കെ കേസിലാണെങ്കിൽ ഈ സ്പ്യൂട്ടം വൈറ്റ് ആൻഡ് മ്യൂക്കോയിഡ് ആയിരിക്കും, ജസ്റ്റ് നല്ല മ്യൂക്കോയിഡ് ആയിട്ടുള്ള സ്പ്യൂട്ടം ആയിരിക്കും. എന്നാൽ പൾമനറി എഡിമ ഉണ്ടാവുന്ന കേസിൽ ഈ നമ്മുടെ സ്പ്യൂട്ടം സാമ്പിൾ എന്ന് പറഞ്ഞാൽ അത് ക്ലിയർ ആൻഡ് സെറസ് ബ്ലഡ് ടിങ്ഡ് ആയിട്ടായിരിക്കും, ക്ലിയർ ആയിരിക്കും, മ്യൂക്കോയിഡ് ആയിട്ട് വൈറ്റ് അല്ല പറയുന്നത് ഇവിടെ, സെറസ് ഓർ ആൻഡ് ക്ലിയർ ആൻഡ് ബ്ലഡ് ടിൻറ്റഡ് ഒക്കെ ആയിട്ടാണ് നമ്മൾ പൾമനറി എഡിമ ഉള്ള കേസിൽ നമ്മുടെ സ്പ്യൂട്ടം സാമ്പിൾ ഉണ്ടാവുന്നത്. പിന്നെ ഫ്രൂത്തി, അതായത് പത പോലെ പിങ്ക് കളേർഡ് ആയിരിക്കും. നമ്മൾ ബ്രോങ്കോ ആൽവിയോളാർ കാർസിനോമിന്റെ ഒക്കെ കേസിൽ ഫ്രോത്തി ആൻഡ് പിങ്ക് കളേർഡ് ആയിരിക്കും, പദം ഉണ്ടാവും, അതുപോലെ പിങ്ക് കളേർഡിലായിരിക്കും നമ്മൾ ബ്രോങ്കോ ആൽവിയോളാർ ക്യാൻസറിന്റെ ഒക്കെ കേസിൽ വരുന്നത്. പിന്നെ ക്ലിയർ ഓർ ഗ്രേ ഓർ ഗ്ലേസി അപ്പിയറൻസ് ആയിരിക്കും നമ്മളുടെ ക്രോണിക് ബ്രോങ്കൈറ്റിസിന്റെ കേസിൽ ക്ലിയർ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്ലേസി അല്ല ഗ്ലാസി അപ്പിയറൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് യെല്ലോ കളർ, അതായത് യെല്ലോ കളർ എന്ന് പറയുമ്പോൾ കൂടുതൽ പസ് വരികയാണ്. ഇപ്പോൾ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിന്റെ കേസിൽ, നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ തന്നെ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷന്റെ കേസിൽ നിങ്ങൾക്കറിയാം പസൽസ് കൂടും. അങ്ങനെ യെല്ലോ കളർ വരുന്നത് ഈ അക്യൂട്ട് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിന്റെ കേസിലാണ്. ഇനി ഗ്രീൻ കളർ, ഇപ്പോൾ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബ്രോങ്കിയക്ടാസിസിന്റെ കേസിൽ ഓക്കെ നമുക്ക് ഈ ഒരു നമ്മുടെ സ്പ്യൂട്ടം സാമ്പിൾ എന്ന് പറയുന്നത് ഗ്രീൻ കളറിൽ കാണാറാണ്. അപ്പോൾ ഒന്ന് രണ്ട് കണപ്പ് നിങ്ങളടുത്ത് ചോദിച്ചില്ലേ ഇപ്പൊ ഫൗൾ സ്മെല്ലിങ് സ്പ്യൂട്ടം ഏത് കേസിലാണ് കാണുന്നത്, അതേപോലെ ഇപ്പൊ ഗ്രീൻ കളർ സ്പ്യൂട്ടം കാണുന്ന കണ്ടീഷൻ ഏതാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഞാൻ ആ ഒരു ടേബിൾ. അതുപോലെ തന്നെ പിന്നെ നമുക്ക് കാണുന്ന കുറച്ച് സ്ട്രക്ചേഴ്സ് ആണ് ഈ ബ്രോങ്കിയൽ കാസ്റ്റ്. ഇപ്പോൾ ബ്രോങ്കൈറ്റിസിന്റെയും ന്യൂമോണിയന്റെ കേസിലൊക്കെ കാണുന്ന ഈ ഫൈബ്രിൻ സ്ട്രക്ചർ ആണ് ഈ ബ്രോങ്കിയൽ കാസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മളെ ആക്ടിനോമൈക്കോസിസ് ഫംഗൽ ഇൻഫെക്ഷൻസ് ഇല്ലേ, അതിന്റെ കേസിൽ നമുക്ക് സൾഫർ ഗ്രാനുൾസ് സ്പ്യൂട്ടം സാമ്പിളിൽ കാണാൻ പറ്റും.
അതുപോലെ നമ്മളെ ചില പാരസൈറ്റ്സിന്റെ എഗ്ഗും ലാർവയും ട്രോഫോസോയിഡ്സ് ഒക്കെ കാണും. ഏതൊക്കെ പാരസൈറ്റ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാരഗോണിമസ്, എൻറ്റമീബ, സ്ട്രോങ് കൈലോയിഡ്സ്. ഇതിപ്പോ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരാന്ന് വെച്ചാൽ ഇപ്പൊ സ്പ്യൂട്ടം സാമ്പിൾ കാണാൻ സാധ്യതയുള്ള പാരസൈറ്റ്സ് ഏതാന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പം പാരഗോണിമസോ എൻറ്റമീബ, സ്ട്രോങ് കൈലോയിഡ്സ് ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് വരാം. സോ ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ ഫോറിൻ ബോഡീസ്, ഇപ്പോൾ ചിൽഡ്രൻസ് എന്തെങ്കിലും ഫോറിൻ ബോഡി ഒക്കെ സോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Kirschmann spiral are seen in option A ascitic fluid, option B sputum sample, option C stool sample, option D urine sample. ഈ Kirschmann spiral കാണുന്നത് ഏത് സാമ്പിൾ ആണ്? ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് സ്പ്യൂട്ടം സാമ്പിളിൽ തന്നെയാണ് അല്ലേ. അപ്പോൾ സ്പ്യൂട്ടം സാമ്പിൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സ്പ്യൂട്ടം സാമ്പിളിന്റെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. കാരണം മൈക്രോസ്കോപ്പിയിലാണ് നമ്മൾ അതിന്റെ വോളിയവും അപ്പിയറൻസും അതിന്റെ ഓർഡറും ഒക്കെ ഡിസ്കസ് ചെയ്തത്. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുന്നത് അതിന്റെ മൈക്രോസ്കോപ്പി, സ്പ്യൂട്ടം സ്മിയർ ഉണ്ടാക്കിയിട്ട് അതിന് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ആണ്. അപ്പോൾ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ സ്റ്റെയിൻസ് നമുക്ക് സ്പ്യൂട്ടം സാമ്പിൾ ചെയ്യാം? ഫസ്റ്റ് വൺ ആണ് ലേഷ്മാൻസ് ഓർ റൈറ്റ് സ്റ്റെയിൻ. നമ്മൾ ഡിഫറൻഷ്യൽ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ലേഷ്മാൻ സ്റ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ റൈറ്റ് സ്റ്റെയിനോ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ബാക്ടീരിയന്റെ ഐഡന്റിഫിക്കേഷൻ, നമുക്ക് ഒരു സ്പ്യൂട്ടം സാമ്പിൾ വന്നാൽ നമ്മൾ അതിന്റെ എന്താണ് മൈക്രോബയോളജിക്കൽ എക്സാമിനേഷൻസ് ഉണ്ടാവാം, പാരസൈറ്റിക് എക്സാമിനേഷൻസ് ഉണ്ടാവാം, ഹെമറ്റോളജിക്കൽ എക്സാമിനേഷൻ, പത്തോളജിക്കൽ എക്സാമിനേഷൻസ് ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം അല്ലെ. സോ ഡിഫറൻഷ്യൽ കൗണ്ടിന് വേണ്ടി നമ്മൾ ലേഷ്മാൻ സ്റ്റെയിൻ ചെയ്യും. ഇനി ബാക്ടീരിയനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഗ്രാം സ്റ്റെയിൻ അതുപോലെ തന്നെ ZN സ്റ്റെയിൻ ചെയ്യാം അല്ലെ. ZN സ്റ്റെയിൻ ചെയ്യുന്ന ഏതിനാ? നമ്മൾ ആസിഡ് ഫാസ്റ്റ് ബാസില ആയിട്ടുള്ള മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിന്റെ ഐഡന്റിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ ZN സ്റ്റെയിൻ ചെയ്യാറുള്ളത്. അതുപോലെ ഫംഗൽ സ്റ്റെയിൻ, ഫംഗസിന്റെ ഐഡന്റിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഫംഗൽ സ്റ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇനി മാലിഗ്നന്റ് സെൽസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാപ് സ്റ്റെയിൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ സ്പ്യൂട്ടം സാമ്പിൾസിൽ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സോ അതിൽ ഇനിയിപ്പോ നമ്മൾ സ്പ്യൂട്ടം സാമ്പിൾസിൽ കാണുന്ന സെൽസുകളും ഏതൊക്കെ കണ്ടീഷൻസിലാണ് അത് കാണാന്നുള്ളതും കൂടിയാണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പസ് സെൽസ് ഓർ ന്യൂട്രോഫിൽസ്. ന്യൂട്രോഫിൽസ് നമ്മൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ പസ് സെൽസ് കൂടുതലായിട്ട് കാണുന്നത് പയോജനിക് ഇൻഫെക്ഷൻസ് ആണ്. പസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള പയോജനിക് ഇൻഫെക്ഷൻസിലാണ് നമ്മൾ പസ് സെൽസ് കാണുന്നത്. അതുപോലെ യോസ്നോഫിൽസ് കൂടുതലായിട്ട് കാണുന്നത് നമുക്കറിയാം എന്തെങ്കിലും പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നതും. അതുപോലെ ആസ്മന്റെ കേസിലൊക്കെ സ്പ്യൂട്ടം സാമ്പിൾസിൽ കൂടുതലായിട്ട് യോസ്നോഫിൽസ് കാണാൻ പറ്റും. നെക്സ്റ്റ് ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റ്സ് കാണുന്നത് ഏർലി ടൈപ്പ്, നമ്മുടെ ട്യൂബർകുലോസിന്റെ ഏർലി സ്റ്റേജസിലൊക്കെ നമുക്ക് ലിംഫോസൈറ്റ്സ് കാണാൻ പറ്റും. പിന്നെ RBCs കാണുന്നത് ഇപ്പം നമ്മളെ ലങ്സിലും അതുപോലെ ബ്രോങ്കിയിലൊക്കെ എന്തെങ്കിലും ഹെമറേജസ്, ബ്ലീഡിങ് ഉണ്ടാവുകയാണ്. അപ്പൊ ആ ഒരു കേസിൽ നമുക്ക് RBC കാണാൻ പറ്റും. പിന്നെ ഹാർട്ട് ഫെയിലിയർ സെൽസ് കാണാൻ പറ്റും. ഇപ്പൊ പൾമനറി കൺജക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫാക്ഷൻസ് ഒക്കെ വരുന്ന കേസിൽ ഹാർട്ട് ഫെയിലിയർ സെൽസ് കാണാൻ പറ്റും. പിന്നെ നമ്മൾ കാർബൺ ലേഡൻ മാക്രോഫേജസ് ഇല്ലേ, അതായത് നമ്മളെ പൊല്യൂട്ടഡ് ഏരിയ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ സ്മോക്കേഴ്സിന്റെ കേസിലൊക്കെ നമുക്ക് ഈ കാർബൺ ലേഡൻ മാക്രോഫേജസ് സെൽസുകൾ നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഓരോ കണ്ടീഷൻസിലും ഏതൊക്കെ സെൽസുകളാണ് നമ്മൾ കാണുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അതുപോലെ തന്നെ കാണുന്ന കുറച്ച് സ്ട്രക്ചേഴ്സും കൂടിയാണ് നമ്മൾ ഇലാസ്റ്റിക് ഫൈബേഴ്സ്. ഇലാസ്റ്റിക് ഫൈബർ ലങ് ഡിസ്ട്രക്ഷന്റെ കേസിൽ കാണുന്ന ഒരു ഫ്രാക്ടൈൽ ആയിട്ടുള്ള ഫൈബേഴ്സ് ആണ് ഈ ഇലാസ്റ്റിക് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബ്രോങ്കിയൽ ആസ്മയിൽ കാണുന്ന സ്പൈറൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഈ കേർഷ്മാൻ സ്പൈറൽ എന്ന് പറയുന്നത്. അപ്പോൾ കേർഷ്മാൻ സ്പൈറൽ ഏത് സാമ്പിളിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യനിൽ വന്നതെങ്കിൽ കേർഷ്മാൻ സ്പൈറൽ ഏത് കണ്ടീഷൻസിലാണ് കാണുന്നതെന്നും കൂടി നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അങ്ങനെയും ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ചാർക്കോൾ ലേഡൻ ക്രിസ്റ്റൽ. ഈ ചാർക്കോൾ ലേഡൻ ക്രിസ്റ്റൽസ് നീഡിൽ ഷേപ്പ് ആയിട്ടുള്ള ഈ ഓസ്നോഫിൽസിന്റെ ഡെബ്രിസ് ആണ് ശരിക്കും ഈ ചാർക്കോൾ ലേഡൻ ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ഈ അലർജി, ആസ്മ കണ്ടീഷൻസിൽ തന്നെയാണ് നമ്മൾ ഈ ചാർക്കോൾ ലേഡൻ ക്രിസ്റ്റലും സ്പ്യൂട്ടസിൽ കാണുന്നുണ്ട്. ചാർക്കോൾ ലേഡൻ ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റൂൾ സാമ്പിളിലും കാണുന്നുണ്ട്, സ്പ്യൂട്ടം സാമ്പിൾസിലും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് പിഗ്മെന്റഡ് ആയിട്ടുള്ള ഈ മാക്രോഫേജസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പൊല്യൂഷൻ എക്സ്പോഷറിന്റെ കേസിലായിരിക്കും നമ്മൾ കാർബൺ ലേഡൻ മാക്രോഫേജസ് പറഞ്ഞില്ലേ. സോ ആ ഒരു കേസസ് കാണും. പിന്നെ ഫംഗൽ ഹൈഫേസ് കാണും, അതായത് ഫംഗൽ ഇൻഫെക്ഷന്റെ കേസിൽ നമ്മൾ ചിലപ്പോൾ ഫംഗൽ ഹൈഫകൾ, നമ്മൾ ബ്രാഞ്ചിങ് ഫിലമെന്റ്സ് ആണല്ലോ ഹൈഫേ എന്ന് പറയുന്നത്. സോ അതിന്റെ ഫിലമെന്റ്സ് ഒക്കെ ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാരസൈറ്റ്സ്, ചിലതിന്റെ എഗ്, ലാർവയൊക്കെ നമുക്ക് സാമ്പിൾസിൽ കാണാൻ പറ്റും. ഐ മീൻ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്പെഷ്യൽ ഫിക്സേറ്റീവ് ഫോർ സൈറ്റോളജിക്കൽ പ്രിപ്പറേഷൻ ഓഫ് സ്പ്യൂട്ടം.
ഓപ്ഷൻ എ കാർനോയിസ് ഫ്ലൂയിഡ്, ഓപ്ഷൻ ബി കാർബോവാക്സിൻ, ഓപ്ഷൻ സി സാക്കോമോണാസ് ഫിക്സേറ്റീവ്, ഓപ്ഷൻ ഡി 50% എത്തണം. അതായത് നമ്മൾ സ്പ്യൂട്ടം നമ്മൾ സൈറ്റോളജിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഫിക്സേറ്റീവ്സ് ഉണ്ട്. അത് ഏതാണെന്നാണ്? യെസ്, സാക്കോമോണാസ് ഫിക്സേറ്റ്. സാക്കോമോണാസ് എന്ന് പറയുന്ന ഫിക്സേറ്റീവ്സ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നതാണ്? നമ്മൾ സ്പ്യൂട്ടം സൈറ്റോളജിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്ന് പഠിച്ചു വെക്കും. സോ ഇനി നമ്മൾ സ്പ്യൂട്ടത്തിന്റെ സൈറ്റോളജിക്കൽ എക്സാമിനേഷൻ ആണ്. എന്തിനാ സൈറ്റോളജിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ ലങ്സിൽ എന്തെങ്കിലും മാലിഗ്നൻസി അല്ലെങ്കിൽ ക്യാൻസറസ് കണ്ടീഷൻസ്, ഇൻഫെക്ഷൻസോ അതുപോലെ ബിനൈൻ ഓർ ക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്പ്യൂട്ടം സൈറ്റോളജി ചെയ്യുന്നത്. അതിൽ നമ്മൾ 3 to 5 മോർണിംഗ് സാമ്പിൾസ്, നമ്മൾ TBന്റെ കേസിൽ പറഞ്ഞ ഒരു 3 സാമ്പിൾസ് എടുക്കാതെ ഇവിടെ 3 to 5 മോർണിംഗ് സാമ്പിൾസ് ആണ് നമ്മൾ എടുക്കാറുള്ളത്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യണം. ഇനി എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ സ്പ്യൂട്ടം സൈറ്റോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് ആണ് ഈ സാക്കോമോണാസ് ഫിക്സേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളത് സ്റ്റെയിൻ വെച്ചിട്ടായിരുന്നു, പാപ് സ്റ്റെയിൻ വെച്ചിട്ട്. സാക്കോമോണാസ് ഫിക്സേറ്റീവ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഈ സ്പ്യൂട്ടം സൈറ്റോളജിക്ക് വേണ്ടിയിട്ട്. നമ്മൾ മാലിഗ്നൻസി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാപ് സ്റ്റെയിൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ സ്പ്യൂട്ടം സ്പ്യൂട്ടം സാമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പ്യൂട്ടം എക്സാമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഇതുപോലെ കുറെ ക്വസ്റ്റ്യൻസ്, അതായത് കേരള PSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആമസോൺ കിൻഡിൽ ആപ്പ് വഴി നിങ്ങൾക്ക് അത് ജസ്റ്റ് റീഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് 99 rupees thousandsോളം ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ആണ്. നമ്മളവിടെ സിലബസ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് PSCയിൽ ചോദിച്ചതാണെന്നൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് ജസ്റ്റ് ഒരു ക്വിക്ക് റിവ്യൂസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. താങ്ക് യു.